Hello friends, welcome back to another video. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൊടംപുളി ഇട്ട ഒരു നാടൻ ചെമ്മീൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ ആയാലോ ചോറിൻ്റെ കൂടെ ആയാലോ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിയത്. അത് പൊളിച്ചെടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടാകും. വളരെ കുറച്ചേ ഉള്ളൂ. 300 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 150 ഗ്രാം കുഞ്ഞുള്ളി അരിഞ്ഞത്, കുറച്ച് തേങ്ങ സ്ലൈസ് ചെയ്തത്, ഒരു 2 പീസ് കുടംപുളി വേണമെന്നില്ല, സാമ്പാറിന് ചേർക്കുന്ന പുളി ആയാലും മതി. കുടംപുളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഒരു ചെറിയ 2 പീസ് കുടംപുളി, ഒരു കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാനിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്മി വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ തേങ്ങ നന്നായിട്ട് വറവായിട്ടുണ്ട്. തേങ്ങയ്ക്കകത്തേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ശക്കല മല്ലിപ്പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ചൂടാക്കി ആയിട്ട് ഒരു മിക്സിക്കകത്തിട്ട് അരച്ച് മാറ്റി സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനൊരു പാനിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുഞ്ഞുള്ളി ഒരുവിധം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ചെമ്മീനും പച്ചമുളകും ഇട്ട് അതിനെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കുക. ചെമ്മീൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി. ചെമ്മീൻ അധികം വേവുള്ള സാധനമല്ല, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. അതൊന്ന് പുറം വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് കാണാം ആ ചെമ്മീനും കുഞ്ഞുള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മീൻപുളി ശകലം ചൂടുവെള്ളത്തിലിട്ട് അതിനെ ജ്യൂസാക്കി ഇതോടെ ഒഴിച്ചിട്ട് ശകലം ഒന്ന് വേവിക്കുക. ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഒരുപാട് വെന്തിട്ടുണ്ട് ചെമ്മീൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിരുന്ന തേങ്ങയും മുളക് പൊടി എല്ലാം കൂടെ അരച്ചതും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നല്ലോണം എണ്ണ തെളിയുന്നവരെ വേവാൻ അനുവദിക്കുക.
ഇപ്പം നമുക്ക് കാണാം ചെമ്മീൻ കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല തിക്കായി, ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ശകലം കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ കടുക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡിയായി. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കൂ, 1/2 കിലോ ചെമ്മീൻ്റെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മസാലയുടെ ബാക്കി അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായൊരു കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.